ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ EduZone. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മൾ PWD ലൈൻമാൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാനലിൽ തന്നെ നമ്മൾ കുറേ സ്കിൽഡ് അസിസ്റ്റൻ്റ്, അതുകൂടാണ്ട് മുന്നത്തെ ലൈൻമാൻ 2021 ലൈൻമാൻ തുടങ്ങിയ പോസ്റ്റിൻ്റെയൊക്കെ ഡിസ്കഷൻ വീഡിയോസ് നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് നിങ്ങൾക്ക് ഇനി ഇപ്പോൾ ജൂൺ മാസം 10-ാം തീയതി വീണ്ടും ഒരു ലൈൻമാൻ്റെ എക്സാം ഉണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്താ സ്കിപ്പ് ചെയ്ത്, അതായത് ജസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, നിങ്ങൾക്ക് അതിന് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ആ ഒരു രീതിയിലുള്ള അപ്രോച്ചിലേക്ക് പോവുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വന്നിട്ടുള്ളത് 121/2025 കഴിഞ്ഞ വർഷം 2025 നടന്നൊരു എക്സാമിൻ്റെ PWD ലൈൻമാൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ നമുക്കവിടെ 1 by 1 ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ റെസിസ്റ്റൻസ് ഓഫ് എ കോപ്പർ വയർ ടു ദി ഫ്ലോ ഓഫ് കറണ്ട് ത്രൂ ഇറ്റ്. The resistance of copper wire to the flow of current through it increases as the diameter of the wire increases, decreases as the diameter of wire increases. അതായത് നമുക്ക് അവിടെ വേണ്ടത് റിലേഷൻ എന്ന് പറഞ്ഞാൽ R is nothing but ρ into L by A എന്ന് പറയുന്ന റിലേഷനാണ് അല്ലേ. അപ്പോൾ അവിടെ വരുമ്പോൾ നമുക്കവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ദ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുക, ഡിക്രീസ് ചെയ്യുക. അപ്പോൾ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്ന പറയാം. റെസിസ്റ്റൻസ് ഇൻക്രീസ് പറയുമ്പോൾ ലെങ്ത് ഇൻക്രീസ് ചെയ്യണം, അതേപോലെ എന്താ ഏരിയ ഡിക്രീസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഏതാ വരിക നമുക്ക്? ഇൻക്രീസസ് ആസ് ദി ഡയമീറ്റർ ഓഫ് ദി വയർ ഇൻക്രീസസ്. ഡയമീറ്റർ ഇൻക്രീസ് കഴിഞ്ഞാൽ ഏരിയ ഇൻക്രീസ് ചെയ്യുക, അപ്പോൾ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അതല്ല, ഡിക്രീസസ് ആസ് ദി ഡയമീറ്റർ ഓഫ് ദി വയർ ഇൻക്രീസസ്. ഡയമീറ്റർ ഓഫ് ദി വയർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ സ്വാഭാവികമായിട്ടും കൂടും. ഏരിയ കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും അല്ലേ. ഓപ്ഷൻ ബി കറക്റ്റാണ്. ഓപ്ഷൻ സി നോക്കാം. ഇൻക്രീസസ് ആസ് ദി ലെങ്ത് ഓഫ് ദി വയർ ഇൻക്രീസസ്. ലെങ്ത് ഓഫ് ദി വയർ ഇൻക്രീസ് ചെയ്യാൻ ആർ ഇൻക്രീസ് ചെയ്യും. ഡിക്രീസസ് ആസ് ദി ലെങ്ത് ഓഫ് ദി വയർ ഇൻക്രീസസ് അല്ല. അപ്പോൾ ഓപ്ഷൻ ബി ആൻഡ് സി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും വരും. സോ അത് നിങ്ങൾക്കറിയാം, കേരള PSC എന്താ ഒറ്റൊരു ഓപ്ഷൻ മാത്രമേ വരാറുള്ളൂ. പക്ഷേ ഇവിടെ എന്താ ഓപ്ഷൻ ബിയും സിയും വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് മെറ്റീരിയൽ പോസസ് ദി ലീസ്റ്റ് റെസിസ്റ്റിവിറ്റി. ലീസ്റ്റ് റെസിസ്റ്റിവിറ്റി ആർക്കാണ്? സിൽവറിനാണ് വരുന്നത് അല്ലേ. ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ്. സിൽവറിനാണ് ലീസ്റ്റ് റെസിസ്റ്റിവിറ്റി ഉള്ളത്. അതായത് കോപ്പർ, സിൽവർ, കാർബൺ, ടങ്സ്റ്റൺ അപേക്ഷിച്ച് നോക്കുമ്പോൾ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഡിഫൈൻഡ് ആസ് ദി. എന്താ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദി ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് പെർ ഓം പെർ ഡിഗ്രി സെൻറ്റിഗ്രേഡ് അല്ല. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇനി അടുത്ത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ലാമ്പ് ഹാസ് മോർ റെസിസ്റ്റൻസ്? മോർ റെസിസ്റ്റൻസ് ആർ ഈസ് നത്തിങ് ബട്ട് അല്ലെങ്കിൽ പി ഈസ് നത്തിങ് ബട്ട് V² by R. അപ്പോൾ ആർ ഈസ് നത്തിങ് ബട്ട് V² by P. അപ്പോൾ എല്ലാം 250 വോൾട്ടാണ്. വി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ മോർ റെസിസ്റ്റൻസ് പറയുമ്പോൾ ലോ പവർ. അപ്പോൾ ഇതിൽ 25 വാട്ട് 250 വോൾട്ട് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ്. ദ കർവ് റെപ്രസെൻറ്റിങ് ഓംസ് ലോ ഈസ്. ഓംസ് ലോ എന്ന് പറയുമ്പോൾ നമുക്കവിടെ VA റിലേഷനാണ് വരുന്നത് അല്ലേ. അപ്പോൾ VA റിലേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ലീനിയർ ആണല്ലേ. ലീനിയർ ആണ് അവിടെ വരുന്നത്. ആറാമത്തെ, ദ കണ്ടക്ടിവിറ്റി ഓഫ് ഇൻസുലേറ്റർ. ഇൻസുലേറ്റേഴ്സിൻ്റെ കേസിൽ എന്താ നമുക്കവിടെ വെരി ലോ കണ്ടക്ടിവിറ്റിയാണ് ഉണ്ടാവുക അല്ലേ. ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റായിട്ട് വരുന്നുണ്ടാവുക. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഇഫ് എ 220 volt ഹീറ്റർ ഈസ് യൂസ്ഡ് ഇൻ ഓൺ 110 volt സപ്ലൈ, ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇറ്റ് വിൽ ബി ആസ് മച്ച്. നമുക്കറിയാം P is V² by R എന്നുള്ള രീതിയിൽ നമ്മളവിടെ നോക്കി കഴിഞ്ഞാൽ P is ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു V² ആണ്. അപ്പോൾ നമുക്കവിടെ P2 by P1 എടുത്തു കഴിഞ്ഞാൽ 110² by 220² അല്ല, 110 by 220 the whole square. അപ്പോൾ 1/2² അല്ലെങ്കിൽ 1/4 എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ 1/4 ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നുണ്ടാവുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഇനി എട്ടാമത്തെ, ദ കൂളോംബ് ഈസ് എ യൂണിറ്റ് ഓഫ്. കൂളോംബ് എന്ന് പറയുന്നത് നമ്മളവിടെ എന്താ ചാർജിൻ്റെ യൂണിറ്റ് ആണല്ലേ. അപ്പോൾ ചാർജ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇവിടെ കൊടുത്തിട്ടില്ല. പകരം നിങ്ങൾക്ക് അവിടെ എന്ത് തന്നിട്ടുണ്ട്? ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്നുള്ള രീതിയിൽ അവിടെ തന്നിട്ടുണ്ട് അല്ലേ. ചാർജിൻ്റെ യൂണിറ്റാണ് കൂളോംബ്. അപ്പോൾ ചാർജ് നമുക്ക് എങ്ങനെ പറയാം? ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്നുള്ള രീതിയിൽ നമുക്കവിടെ പറയാം. ഓക്കെ,
9th question. Which of the following wire has the greatest cross-sectional area? ഗ്രേറ്റസ്റ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ. നമ്മളവിടെ SWGയുടെ കേസിൽ നമ്മൾ പറയുമ്പോൾ SWG കുറവാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ എന്താ തിക്നെസ് നമ്മളതിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. തിക്നെസ് എന്തായിരിക്കും? ഹൈ തിക്നെസ് ആയിരിക്കും അല്ലേ? അപ്പോൾ അതായത് വയറിൻ്റെ തിക്നെസ് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ക്രോസ് സെക്ഷണൽ ഏരിയ ഹൈ ആണെന്ന് പറയുമ്പോൾ അവിടെ തിക്കസ്റ്റ് വയർ എന്നുള്ള രീതിയിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും കുറവ് SWG ഏതാണുള്ളത്? 8 ആണ് അല്ലേ? അപ്പോൾ അവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും. ലോവർ SWG ആണെങ്കിൽ വയർ എന്തായിരിക്കും? തിക്കറായിരിക്കും. അപ്പോൾ അങ്ങനെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്താ? ഹൈ ആയിരിക്കും എന്നുള്ള രീതിയിൽ. 10th ക്വസ്റ്റ്യൻ നോക്ക്. എ മെറ്റാലിക് ഷീറ്റ് ഈസ് പ്രൊവൈഡഡ് ഓവർ ഇൻസുലേഷൻ ടു പ്രൊട്ടക്ട് ദ cable from okay. A metallic sheath is provided over the insulation to protect the cable from. Metallic sheath എന്തിനാ വെക്കുന്നത്? മോയ്സ്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഓക്കെ, ഓപ്ഷൻ സി ആണ് അവിടെ വരുന്നുണ്ടാവുക. പെട്ടെന്ന് നോക്കുമ്പോൾ അവിടെ മെക്കാനിക്കൽ ഇഞ്ചുറി എന്ന രീതിയിലൊക്കെ വരും, പക്ഷേ മോയ്സ്ചറാണ് കറക്റ്റായിട്ട് വരുന്നുണ്ടാവുക. 11. According to Ohm's law, the relation between resistance, current and voltage is stated as V is nothing but I into R, അല്ലെങ്കിൽ R is nothing but V by I, അല്ലെങ്കിൽ I is nothing but V by R അല്ലേ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് വരുന്നുണ്ടാവുക. Which is inversely proportional to the resistance of conductor? R is nothing but rho into L by L. Inversely proportional എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് ദി ക്രോസ് സെക്ഷൻ. 13th question. Which material is having negative temperature coefficient of resistance? ഇതിൽ എനിക്ക് തോന്നുന്നു നമ്മളുടെ കീഴിൽ തന്നേക്കുന്ന മൈക്കയാണ്, പക്ഷേ യുറേക്കയാണോ എന്നുള്ള ഒരു ഡൗട്ടുണ്ട്. ഓക്കെ, യുറേക്കയുടെ കേസിൽ പക്ഷെ നമ്മൾ കേരള PSCയുടെ ആൻസർ കീഴിൽ എനിക്കൊന്ന് സി മൈക്കയാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം. 14th question. Which law states that in a closed electric circuit the applied voltage is equal to the sum of the voltage drops? Sum of the voltage drop, അതായത് V1 plus V2 plus V3. അത് കിർച്ചോഫ് ഫസ്റ്റ് ലോ ആണോ സെക്കൻഡ് ലോ ആണോ? അതായത് KCL ആണോ KVL ആണോ? അപ്പോൾ നമ്മൾ KCL എന്ന് പറഞ്ഞാൽ കറണ്ട് ആണ് അല്ല, അപ്പോൾ വോൾട്ടേജിനെ ബേസ് ചെയ്തിട്ട് അപ്പോൾ സെക്കൻഡ് ലോ. 14th ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓക്കെ, അതായത് വോൾട്ടേജ് ഡ്രോപ്പിൻ്റെ സം എന്നുള്ള രീതിയിൽ അല്ലേ? 15th. What is the effect of electric current on battery charging? ബാറ്ററി ചാർജിങ്ങിൻ്റെ സമയത്ത് അവിടെ എന്തൊരു കെമിക്കൽ എഫക്റ്റ് ആണ് അവിടെ സംഭവിക്കുന്നത് അല്ലേ? അപ്പോൾ അവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. വിച്ച് ഈസ് യൂസ്ഡ് ആസ് എ പോസിറ്റീവ് ഇലക്ട്രോഡ് ഇൻ എ ഡ്രൈ സെൽ? ഡ്രൈ സെല്ലിൽ നമ്മളവിടെ എന്താ പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്നത് കോപ്പറാണോ, ലിഥിയാണോ, കാർബൺ ആണോ, സിങ്ക് ആണോ? കാർബൺ ആയിട്ടാണ് പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്നത്. സിങ്ക് എന്താ നെഗറ്റീവായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ? സിങ്ക് നെഗറ്റീവായിട്ടും കാർബൺ എന്താ പോസിറ്റീവായിട്ടാണ് യൂസ് ചെയ്യുന്നത്. 17th question. വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി ഡിഫക്റ്റ് ദാറ്റ് ബെൻഡിങ് ഓഫ് പ്ലേറ്റ്സ് ഇൻ എ സെക്കൻഡറി സെല്ല്? ബെൻഡിങ് ഓഫ് പ്ലേറ്റ്സ് പറഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ബക്ലിംഗ് അല്ലേ? ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. 18th question. 5 cells are connected in parallel combination with an EMF of 2 volt each. The output voltage is പാരലായിട്ടാകുമ്പോൾ എന്താ സെയിം ആണ്, 2 volt തന്നെയാണ് വരുന്നുണ്ടാവുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് വരുന്നുണ്ടാവുക. 19. Why the vent plug is kept open during the charging of a battery? എന്തുകൊണ്ടാണ് why the vent plug is kept open during the charging of the battery? ഓപ്ഷൻ സി, ടു എസ്കേപ്പ് ദി ഗ്യാസ് ഫ്രീലി. അതായത് നമ്മളവിടെ വെൻറ്റ് നമ്മളവിടെ ഓപ്പണായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഗ്യാസസിന് എന്താ പറയുക എസ്കേപ്പ് ദ ഗ്യാസ് ഫ്രീലി. ഓക്കെ, അതായത് നമ്മൾ ചാർജിങ്ങിൻ്റെ സമയത്ത്. ഓക്കെ, 20th question. Sedimentation in lead acid batteries occurs due to overcharging at high rate. ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റായിട്ട് വരുന്നുണ്ടാവുക. 21. What will be the inductance when the iron of an iron cored coil is removed to make it as a air cored coil?
വാട്ട് വിൽ ബി ദി ഇൻഡക്റ്റൻസ് വെൻ ദ അയൺ ഓഫ് എൻ അയൺ കോർഡ് കോയിൽ ഇസ് റിമൂവ് ടു മേക്ക് ഇറ്റ് ആസ് എൻ എയർ കോർഡ് കോയിൽ. എയർ കോർഡ് കോയിലായിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇൻഡക്റ്റൻസ് എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അതായത് നമ്മളവിടെ അയൺ കോർ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇൻഡക്റ്റൻസ് എന്ത് ചെയ്യും, കുറവാവുകയാണ് ചെയ്യുക അല്ലേ, ലോവേഴ്സ് ദി ഇൻഡക്റ്റൻസ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. 22 വാട്ട് ഈസ് ദ എസ് ഐ യൂണിറ്റ് ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി. ഫ്ലക്സ് ഡെൻസിറ്റിൻ്റെ യൂണിറ്റ് പറയുന്നത് ടെസ്ലയാണല്ലേ. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 23 വാട്ട് ഈസ് ദ സിമിലർ ടേം ഇൻ മാഗ്നറ്റിക് സർക്യൂട്ട് ഫോർ കണ്ടക്റ്റൻസ് ഇൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. കണ്ടക്റ്റൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്താ പറയേണ്ടത്, മാഗ്നറ്റിക് സർക്യൂട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്, പെർമിയബിലിറ്റി ആണോ എന്നുള്ള രീതിയിൽ. പക്ഷേ പെർമിയബിലിറ്റി അല്ല, പെർമിയൻസ് ആണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ്. ക്രോസ് സെക്ഷണൽ ഏരിയനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണുള്ളത് അല്ലേ. ഓക്കെ. 25 വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് മോട്ടോർ ഫോഴ്സ്. MMFൻ്റെ യൂണിറ്റ് എന്താണ്, ആംബിയർ ടേൺസ് അല്ലേ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും. 26 വിച്ച് ഫാക്ടർ എഫക്ട്സ് ദി പൊളാരിറ്റി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റ്. പൊളാരിറ്റി ഡിപ്പെൻസ് ഓൺ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഡയറക്ഷൻ ഓഫ് ദി കറണ്ട് അല്ലേ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 27 വിച്ച് ഇസ് ദ കോസ് ഫോർ ചേഞ്ചിങ് ദി പെർമിയബിലിറ്റി. ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണല്ലേ. ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് അവിടെ കറക്റ്റായിട്ട് വരുന്നുണ്ടാവുക. അതായത് പെർമിയബിലിറ്റി നമുക്ക് എന്താ പറയാൻ പറ്റും, പെർമിയബിലിറ്റി വേരീസ് വിത്ത് ദി മാഗ്നറ്റൈസിങ് ഫോഴ്സ്. അതായത് ഇതാണ് എന്ത് ചെയ്തേക്കുന്നത് ഇവിടെ ഫീൽഡ് ഇൻറ്റൻസിറ്റി ആയിട്ട് വരുന്നുണ്ടാവുക. 28 വാട്ട് ഈസ് ദ എഫക്റ്റ് ഓൺ സറൗണ്ടിങ് മെറ്റൽ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. എഡ്ഡി കറണ്ട് അല്ല. ഓക്കെ, എഡ്ഡി കറണ്ട് ആർ ഇൻഡ്യൂസ്ഡ് ഇൻ ദി നിയർ ബൈ മെറ്റൽ എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റും. 29 ദ ഏരിയ ഓഫ് ദി ഹിസ്റ്ററിസ് ലോസ് ഇസ് എ മെഷർ ഓഫ് എനർജി ലോസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ. എനർജി ലോസ്, അതായത് ഏരിയ ഓഫ് ദി ഹിസ്റ്ററിസ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ലോസ് പെർ സൈക്കിൾ എന്നുള്ള രീതിയിൽ അവിടെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. 30ാമത്തെ ക്വസ്റ്റ്യൻ അയൺ ലോസ് ഈസ് ഓൾസോ നോൺ എസ്. അയൺ ലോസ് ഈസ് ദി സം ഓഫ് ഹിസ്റ്ററിസ് ലോസ് ആൻഡ് എഡ്ഡി കറണ്ട് ലോസ് അല്ലേ. കോർ ലോസ് എന്ന് പറഞ്ഞാൽ അതാണ് എന്ത്, അതായത് അയൺ ലോസ് ഈസ് ദി സം ഓഫ് ഹിസ്റ്ററിസ് ലോസ് ആൻഡ് എഡ്ഡി കറണ്ട് ലോസ് എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ പറയാം. ഓക്കെ. 31 ദി യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി ഈസ് ഹെർട്സ് അല്ലേ. 31 സി ആണ് വരുന്നത്. 32 ദി എഫക്റ്റീവ് വാല്യൂ ഓഫ് എൻ ആൾട്ടർനേറ്റിംഗ് കറന്റ് ക്യാൻ ബി ഇവാലുവേറ്റഡ് ബൈ I is nothing but 0.707 IM. Value of form factor of an alternating current is, form factor എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RMS by average value ആണ്. ഇറ്റ് ഈസ് nothing but 1.11 ആണ് കറക്റ്റായിട്ട് വരുന്നുണ്ടാവുക. അതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. 34 ഇൻ എ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് വാല്യൂ ഓഫ് പവർ ഫാക്ടർ ഈസ്. പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആകുമ്പോൾ അവിടെ വാല്യൂ പവർ ഫാക്ടർ എന്താ 0 ആണ് വരുന്നത് അല്ലേ, ലാഗിങ് ആണ്. The equation for a capacitive reactance of an alternating current circuit is X is nothing but 1/2 pi FC. Option A ആണ് കറക്റ്റ്. 36 method used for reducing the earth electrode resistance is connecting a number of earth electrodes in parallel. അതായത് നമുക്കവിടെ മൾട്ടിപ്പിൾ എർത്ത് ഇലക്ട്രോഡ്സ് നമുക്ക് എന്താ പാരലായിട്ട് കണക്ട് ചെയ്യാം, നമുക്കവിടെ എന്താ റെസിസ്റ്റൻസ് നമുക്കവിടെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. പവർ ഫാക്ടർ ഓഫ് ആൻ ആൾട്ടർനേറ്റിംഗ് കറന്റ് സർക്യൂട്ട് ഈസ്, പവർ ഫാക്ടർ ഇസ് കോസ് ഫൈ ഈസ് നത്തിങ് ബട്ട് ആർ ബൈ സെഡ് അല്ലേ. കോസ് ഫൈ ഈസ് നത്തിങ് ബട്ട് ആർ ബൈ സെഡ്. ഇൻ ആൻ ആൾട്ടർനേറ്റിംഗ് കറന്റ് സർക്യൂട്ട് ദ റിയാക്റ്റീവ് പവർ ഈസ്, റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ പി ഈസ് ഈക്വൽ ടു വി ഐ സൈൻ ഫൈ ആണ്. ആക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ പി ഈസ് ഈക്വൽ ടു വി ഐ കോസ് ഫൈ ആണ്. അപ്പാരന്റ് പവർ എന്ന് പറഞ്ഞാൽ പി ഈസ് നത്തിങ് ബട്ട് വി ഇൻറ്റു ഐ ആണ്. 39 in an alternating current circuit of frequency 50 Hz the time period is T is nothing but 1/f ആണ്. അപ്പോൾ it is nothing but 1/50.02. ഓപ്ഷൻ ബി ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഇനി 40 ഇൻ എ പവർ ട്രയാങ്കിൾ ഓഫ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് സർക്യൂട്ട് ഈസ്, അതായത് നമ്മൾ പറഞ്ഞു എന്താ അപ്പാരന്റ് പവർ ഈസ് നത്തിങ് ബട്ട് ദ വെക്ടർ സം ഓഫ് ആക്റ്റീവ് പവർ പ്ലസ് റിയാക്റ്റീവ് പവർ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക വോൾട്ട് ആംപിയർ ഈസ് നത്തിങ് ബട്ട് റൂട്ട് ഓഫ്
ഡബ്ല്യു സ്ക്വയർ പ്ലസ് വാർ സ്ക്വയർ അല്ലേ. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്നുണ്ടാവുക. 41 വിച്ച് റൂൾ ഈസ് യൂസ് ടു ഫൈൻഡ് ദി ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് എം എഫ് ഇൻ ഡി സി ജനറേറ്റർ. ജനറേറ്ററിൻ്റെ കേസിൽ നമ്മളവിടെ പറയും എന്താ, ജനറേറ്ററും നമ്മൾ റൈറ്റ് ഹാൻഡ് റൂള് ജിയും എന്നുള്ള രീതിയിലല്ലേ. അപ്പോൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള് ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നുണ്ടാവുക. 42 വിച്ച് ടൈപ്പ് ഓഫ് ഡി സി ജനറേറ്റർ വർക്ക്സ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എ റെസിഡ്യൂവൽ മാഗ്നറ്റിസം. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്ററാണ് കറക്റ്റായിട്ട് വരുന്നുണ്ടാവുക അല്ലേ. EMF equation of a DC generator is EG is nothing but n phi ZP divided by 60A. ഓപ്ഷൻ എ ആണ് കറക്റ്റ് അല്ല. n phi ZP divided by 60A. ഓപ്ഷൻ എ. 44 ഇൻ EMF equation A denoted for. എ എന്ന് പറഞ്ഞാൽ പാരലൽ പാത്ത് ആണല്ലേ. എ എന്ന് പറഞ്ഞാൽ ഇൻ EMF equation A denoted for നമ്പർ ഓഫ് പാരലൽ പാത്തിൻ്റെ ആർമേച്ചർ അല്ല. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്നുണ്ടാവുക. 45 the combination of series field and shunt field within one generator. സീരീസ് ഫീൽഡും ഷണ്ട് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ എന്താ കോമ്പൗണ്ട് ജനറേറ്റർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് ഇൻ എ ഡി സി ജനറേറ്റർ. കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്സ് ആണെങ്കിൽ നമുക്ക് എന്താ ഫ്ലെക്സ് ഡിസ്റ്റോർഷന് കുറക്കാമെന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അവിടെ കമ്മ്യൂട്ടേഷൻ എന്താ സ്മൂത്തർ ആവുന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റും. പക്ഷേ കേരള PSC കൊടുത്തിരുന്ന ആൻസർ ന്യൂട്രലൈസ് ദി ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ. 47 അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 47 നോ ലോഡ് സ്പീഡ് ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് മോട്ടർ വിൽ ബി ഹയസ്റ്റ്. സീരീസ് മോട്ടറിൻ്റെ കേസിലാണല്ലേ. കാരണം വെച്ചാൽ അത് ഇൻഫിനിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളത് ഡേഞ്ചറസ്ലി ഹൈ സ്പീഡിലാവുന്നതുകൊണ്ടാണ് നമ്മൾ സീരീസ് മോട്ടർ എപ്പോഴും എന്ത് ചെയ്യുക നോ ലോഡിൽ റൺ ചെയ്യിക്കാറ് ഇതെന്ന് രീതിയിൽ പറയുന്നല്ലേ. എന്തെങ്കിലും ലോഡ് കൊടുത്തിട്ട് വേണം നമുക്കവിടെ എന്ത് ചെയ്യാം സീരീസ് മോട്ടർ റൺ ചെയ്യിക്കാൻ. അല്ലെങ്കിൽ ലാബിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 48 വിച്ച് ടൈപ്പ് ഓഫ് ഡി സി മോട്ടർ ഈസ് യൂസ്ഡ് ഫോർ കോൺസ്റ്റൻറ്റ് സ്പീഡ് ഡ്രൈവ്സ്. കോൺസ്റ്റൻറ്റ് സ്പീഡിൻ്റെ കേസിൽ നമ്മൾ എന്താ ഡി സി ഷണ്ട് മോട്ടറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രിഫർ ചെയ്യുന്നത്. കാരണം വെച്ചാൽ അത് നിയർലി കോൺസ്റ്റൻറ്റ് സ്പീഡിലായിട്ട് എപ്പോഴും റൺ ചെയ്യുന്നുണ്ടാവും അല്ലേ. 49 വിച്ച് സ്പീഡ് കൺട്രോൾ മെത്തേഡ് ഓഫേഴ്സ് ബിലോ ദി നോർമൽ സ്പീഡ് ഇൻ ഡി സി ഷണ്ട് മോട്ടർ. ആർമേച്ചർ കൺട്രോൾ മെത്തേഡ് അല്ലേ. ഓക്കെ. 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വൈ ദ ഹോൾഡിംഗ് കോയിൽ ഓഫ് എ 3-point സ്റ്റാർട്ടർ ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദി ഷണ്ട് ഫീൽഡ് ടു പ്രൊട്ടക്ട് ദി മോട്ടർ ഫ്രം എ ഹൈ സ്പീഡ് അല്ലേ. അതുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഷണ്ട് ഫീൽഡ് കണക്ട് ചെയ്തേക്കുന്നത്. 51 ഓൺ വിച്ച് ഫാക്ടർ ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് 3-phase മോട്ടർ റോട്ടർ ഡിപ്പെൻഡ്സ്. നമ്മളെ ഫേസ് സീക്വൻസ് ഓഫ് ദി സപ്ലൈ ടു ദി സ്റ്റേറ്റർ ഫീൽഡിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 52 ദ ടോർക്ക് ഓഫ് എ 3-phase ഇൻഡക്ഷൻ മോട്ടർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി റോട്ടർ റെസിസ്റ്റൻസ് അല്ല. അതായത് ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ലേ. ടി ഇക്കോട്ടെ C2R2/√R2² + X2² എന്ന രീതിയിൽ അല്ല. അപ്പോൾ റോട്ടർ റെസിസ്റ്റൻസ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. 53 ഇൻ എ ഡബിൾ സ്ക്വിറൽ ഗേജ് മോട്ടർ ദ ഇന്നർ കേജ് ബാർസ് ആർ മെയ്ഡ് അപ്പ് ഓഫ്. ഇന്നർ കേജ് പറയുന്ന നമ്മളെപ്പോഴും എന്തായിരിക്കണം ലോ റെസിസ്റ്റൻസ് ആയിരിക്കണം അല്ലേ. അപ്പോൾ ലോ റെസിസ്റ്റൻസ് മെറ്റൽസ് എന്ന് പറയുമ്പോൾ കോപ്പർ എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റില്ല. ഓപ്ഷൻ ഡി ആണ് ലോ റെസിസ്റ്റൻസ് മെറ്റൽസ് ലൈക്ക് കോപ്പർ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മളവിടെ ഇന്നർ കേജ് പറയുമ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാം ലോ റെസിസ്റ്റൻസ് ആണ്. കാരണം എന്നാലും അവിടെ റണ്ണിങ്ങിൻ്റെ ടൈമിൽ. അതേപോലെ ഔട്ടർ കേജ് എന്ന് പറയുന്നത് എന്താ ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കണം എന്ത് ചെയ്യുക സ്റ്റാർട്ടിങ് പർപ്പസിന് വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നർ കേജ് ബാർസ് മെയ്ഡ് അപ്പ് ഓഫ് ലോ റെസിസ്റ്റൻസ് മെറ്റൽസിലേക്ക് കോപ്പർ എന്ന രീതിയിൽ പറയുന്നത്. സ്ലിപ്പ് എന്ന് പറയുന്നത് NS-NR/NS ആണല്ലേ. ×100% ആണ് ×100. അപ്പോൾ ഓപ്ഷൻ സി 54ൻ്റെ ഓപ്ഷൻ സി NS-NR/NS ×100. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദി സിംഗിൾ സ്പീഡ് ഓഫ് എ 3-phase മോട്ടർ. 3-phase മോട്ടറിൻ്റെ NS എന്ന് പറഞ്ഞാൽ 120 F/P ആണല്ലേ. അപ്പോൾ സപ്ലൈ ഫ്രീക്വൻസിയും സ്റ്റേറ്റർ പോൾസ്. ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റായിട്ട് വരുന്നുണ്ടാവുക. 56 ഇഫ് ദ കപ്പാസിറ്റർ ഇൻ എ കപ്പാസിറ്റർ ടൈപ്പ് ഫാൻ ഈസ് ഷോർട്ടഡ് ദി ഫാൻ വിൽ
അതായത് ഇഫ് ദ കപ്പാസിറ്റർ ഇൻ എ കപ്പാസിറ്റർ ടൈപ്പ് ഓഫ് ഫാൻ ഇസ് ഷോർട്ടഡ് ദെൻ ദ ഫാൻ വിൽ, നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോട്ടോഴ്സിൻ്റെ കേസിലാണ് കപ്പാസിറ്ററാണ് ആ രീതിയിലുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ കപ്പാസിറ്റർ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, അവിടെ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഉണ്ടാവില്ല. അപ്പോൾ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഫാൻ എന്താ റൺ ചെയ്യില്ല എന്നുള്ള രീതി നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓക്കെ. 57. എ തെർമൽ ഓവർലോഡ് റിലേ ഈസ് പ്രൊവൈഡഡ് ഇൻ എ സ്റ്റാർട്ടർ ടു പ്രൊട്ടക്ട് ദി മോട്ടോർ അഗെയിൻസ്റ്റ്. തെർമൽ ഓവർലോഡ് റിലേ നമ്മളവിടെ ഓവർലോഡ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടില്ലേ. അപ്പോൾ ഓവർലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എക്സസ് കറണ്ട് അല്ലേ. അതായത് ഓവർലോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓവർലോഡ് പറയുമ്പോൾ അവിടെ എക്സസ് കറണ്ട്, അതായത് ഈ തെർമൽ ഓവർലോഡ് റിലേ ട്രിപ്പ് ചെയ്യും. അപ്പം എക്സസ് കറണ്ട് അതിൽ കൂടെ ഫ്ലോ ചെയ്യുമ്പോൾ. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. കപ്പാസിറ്റർ സ്റ്റാർട്ട് ആൻഡ് കപ്പാസിറ്റർ റൺ മോട്ടോഴ്സ് ആർ യൂസ്ഡ്. കപ്പാസിറ്റർ സ്റ്റാർട്ട് ആൻഡ് കപ്പാസിറ്റർ മോട്ടോഴ്സ് ആർ യൂസ്ഡ് ഇൻ റെഫ്രിജറേറ്റർ അല്ല. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 59. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഇൻ ഇൻഡക്ഷൻ മോട്ടർ. നമുക്കവിടെ സ്റ്റാർട്ടിങ്ങിൻ്റെ കേസിലാണല്ലേ. അതായത് വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഇൻ ഇൻഡക്ഷൻ മോട്ടർ, അതായത് ടു ഡിസ്കണക്ട് ദി സ്റ്റാർട്ടിങ് വൈൻഡിങ്. അതായത് നമുക്കവിടെ ഒരു പിക്ക് സ്പീഡ് എത്തിക്കഴിഞ്ഞാൽ നമുക്കത് സെൻട്രിഫ്യൂഗൽ സ്വിച്ച് സ്റ്റാർട്ടിങ് വൈൻഡിൽ നിന്ന് കട്ട് ചെയ്യും. അതാണ് അവിടെ ഡിസ്കണക്ട് ചെയ്യും. അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി. 60. ദ റോട്ടർ കറന്റ് ഫ്രീക്വൻസി ഇൻ എ സ്ലിപ്പ് ഇൻഡക്ഷൻ മോട്ടോർ ഡിപ്പെൻസ് ഓൺ. F2 ഈസ് നത്തിങ് ബട്ട് S ഇൻറ്റു F1 എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കാം അല്ലേ. F2 ഈസ് നത്തിങ് ബട്ട് S ഇൻറ്റു F1. അപ്പോൾ എമൗണ്ട് ഓഫ് സ്ലിപ്പ് ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നുണ്ടാവുക. 61ാമത്തെ ക്വസ്റ്റ്യൻ പോക്കാം. 61ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ ഫോർ ദി ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ. നോട്ട് ട്രൂ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. പെട്ടെന്ന് തന്നെ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് എന്ന് പറയുമ്പോൾ ലോ ടോർക്ക് ബൈ വെയിറ്റ് റേഷ്യോ കറക്റ്റാണ്. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ കറപ്പിക്കാൻ സാധ്യതയുണ്ടല്ലേ. അങ്ങനെ ആ ഒരു രീതിയിലേക്ക് പോകരുത്. നിങ്ങൾ ക്വസ്റ്റ്യൻ മുഴുവനായിട്ട് വായിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ. ലോ ടോർക്ക് ബൈ വെയിറ്റ് റേഷ്യോ കറക്റ്റാണ്. ദ സ്കെയിൽ ഈസ് യൂണിഫോം കറക്റ്റാണ്. യൂസ്ഡ് ഫോർ ബോത്ത് AC ആൻഡ് DC കറക്റ്റാണ് അല്ലേ. അപ്പോൾ ഇത് നോൺ യൂണിഫോം എന്നുള്ളതാണ് ഇവിടെ എൻ്റെ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ. 62. ഇൻ 2 വാട്ട് മീറ്റർ മെത്തേഡ് ഓഫ് പവർ മെഷർമെൻറ്റ് ഓഫ് റീഡിങ് 1 വാട്ട് മീറ്റർ ഈസ് 0 ആൻഡ് അതർ റീഡ്സ് ടോട്ടൽ പവർ ദെൻ ദ പവർ ഫാക്ടർ വിൽ ബി. നിങ്ങളൊരു കോഡൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ, ഈക്വൽ, ഡബിൾ, 0, നെഗറ്റീവ്. അപ്പോൾ 0, 30, 60, 90 അല്ലേ. അപ്പോൾ ഇവിടെ പവർ ഫാക്ടറാണ് ചോദിച്ചേക്കുന്നത്. അപ്പം 1 0 ആണെന്ന് പറഞ്ഞു. അപ്പോൾ cos 60 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഏത് ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നുണ്ടാവുക. cos 60 എന്ന് പറയുമ്പോൾ 0.5 അല്ലേ വരിക. ഓക്കെ. ഈക്വൽ ടു 0.5 എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ പറയാം. 63. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് correct for the permanent PMMC instrument. The scale of the permanent magnet moving coil instrument is uniform. Correct. The deflecting torque of a PMMC instrument is directly proportional to the current passing through it. Correct. തെറ്റ് അല്ല. DC AC ഇല്ല, DC മാത്രമാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ബോത്ത് 1 and 2. 64. How many segments are available in LED display format for digital multimeter? How many segments are available in LED display format of digital multimeter? 7 segment ആണോ? ഓക്കെ. 7 segment ഓപ്ഷൻ സി ആണ് വരുന്നുണ്ടാവുക. 65. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്? എന്താ DC മോട്ടറിൻ്റെ പ്രിൻസിപ്പിൾ അല്ല. 65A. 66. The capacity of transformer are always rated by its KVA നമ്മൾ പറയുന്നുണ്ടാവുക. KVA എന്ന് പറയുമ്പോൾ അപ്പാരൻറ്റ് പവറിലാണ് നമ്മൾ പറയുന്നുണ്ടാവുക അല്ലേ. 67. Where the oil level indicator is typically fitted in distribution transformers in conservative angle അല്ലേ. ഓപ്ഷൻ ബി. 67B ആണ് വരുന്നുണ്ടാവുക. 68. What is the ratio of composition of steel and silicon in transformer core? 3% സിലിക്കണും 97% സ്റ്റീലും അല്ലേ. ഓപ്ഷൻ ബി ആണ് വരുന്നുണ്ടാവുക.
69. What is the major disadvantage of an auto transformer? Auto transformer is option D, does not isolate the secondary from the primary circuit. Option D ആണ് കറക്റ്റായിട്ട് വരുന്നുണ്ടാവുക. 70. What is the purpose of the explosion vent in power transformer? എക്സ്പ്ലോഷൻ വെൻ്റ് എന്താ? പവർ റിലീസ് പ്രഷർ റിലീസിങ്ങിനാണല്ലേ. പ്രഷർ റിലീസിങ്ങിൻ്റെ സമയത്താണ്. 70 സി ആണ്. ഓക്കെ, അതായത് എക്സ്പ്ലോഷൻ വെൻ്റ് എന്താ? റിലീസ് ദി ഇൻറ്റേർണൽ പ്രഷർ. 71. ദ റേഞ്ച് ഓഫ് വിഷ്വൽ സ്പെക്ട്രം ഈസ്. എത്രേൻ്റെ ഇടയിലാണ് വരുന്നുണ്ടാവുക റേഞ്ച് എന്ന് പറയുമ്പോൾ? 380 നാനോമീറ്ററിനും 780 നാനോമീറ്ററിനും എടുക്കല്ല. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, വിസിബിൾ സ്പെക്ട്രം. 72. ദ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ പ്രൈമർലി ഡിപ്പെൻഡ്സ് ഓൺ ദി ഫിനോമിന ഓഫ്. കൊളീഷനെ ഡിപ്പെൻഡ് ചെയ്തല്ലേ. ഓപ്ഷൻ സി ആണ് വരുന്നുണ്ടാവുക. അതായത് അയണൈസേഷൻ ഓഫ് കൊളീഷൻ്റെ ഭാഗമായിട്ടാണ് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നത് അല്ലേ. അതായത് ഇമ്പാക്ട് കൊളീഷൻ. ഓക്കെ, അപ്പോൾ സി ആണ് വരുന്നുണ്ടാവുക. 73. വിച്ച് ഫാക്ടർ ഇൻക്രീസസ് ദി പെർഫോമൻസ് ഓഫ് LED ലൈറ്റ്? തെർമൽ മാനേജ്മെൻറ്റ് അല്ലേ. അതായത് നമ്മളെ തെർമൽ മാനേജ്മെൻറ്റ് ഗുഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് എന്താ നമ്മുടെ LED ലൈഫിനത് അല്ലെങ്കിൽ LED പെർഫോമൻസിനത് ഇമ്പ്രൂവ് ചെയ്യിക്കുന്നുണ്ടാവും. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ദി അബ്രിവിയേഷൻ ഓഫ് COB? COB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിപ്പ് ഓൺ ബോർഡ് അല്ല പറയാം, ചിപ്പ് ഓൺ ബോർഡ്. ഓപ്ഷൻ എ. 75. വിച്ച് ടേം ഈസ് റിലേറ്റഡ് ടു ദി ഇൻഫർമേഷൻ അബൌട്ട് ദി ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ ഓഫ് എ കളർ? ക്രോമിനൻസ് അല്ലേ. ഓപ്ഷൻ സി. ദ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഫോർ ദി ജർമ്മേനിയം. നിങ്ങൾ ഇത് ITI ലെവൽ എക്സാമിനൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എത്ര? 0.72 ഇലക്ട്രോൺ വോൾട്ടാണ് വരുന്നുണ്ടാവുക. 77. ദ വാലൻസീസ് ഓഫ് ഫോസ്ഫറസ് ആൻഡ് സിലിക്കൺ മെറ്റീരിയൽസ് ആർ. ഫോസ്ഫറസിൻ്റെ 5 വാലൻറ്റും സിലിക്കണിൻ്റെ എന്താ 4 വാലൻറ്റും ആണ്. ഓപ്ഷൻ ബി. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ. 78. വിച്ച് ആർ ദി ഫോളോയിങ് വിൽ സർവസ് ദി ഡോണർ ഇമ്പ്യൂരിറ്റി ഇൻ സിലിക്കൺ? ഡോണർ ഇമ്പ്യൂരിറ്റിയുടെ കേസിൽ പറയുമ്പോൾ അവിടെ ആൻറ്റിമണിയാണ് വരുന്നുണ്ടാവുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ. 79. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡയോഡ് ഷോസ് ദി നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ? നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ഷോ ചെയ്യുന്ന ഡയോഡ് ഏതാണ് വരുന്നുണ്ടാവുക? ടണൽ ഡയോഡിൻ്റെ കേസിലായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക അല്ലേ. അതായത് ടണൽ ഡയോഡാണ് എന്തെങ്കിലും നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനിൽ വർക്ക് ചെയ്യുന്നത്. 80. ദ മോസ്റ്റ് ഹെവിലി ഡോപ്ഡ് റീജിയൻ ഇൻ ട്രാൻസിസ്റ്റർ ഈസ്. ബേസ് ആണോ, കറക്റ്റർ ആണോ, അല്ല എമിറ്റർ ആണോ? എന്താ? എമിറ്റർ ആണോ അല്ലേ. ഓപ്ഷൻ സി ആണ് വരുന്നുണ്ടാവുക. ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് പെൽട്ടൺ വീൽ ഈസ് യൂസ്ഡ് ഫോർ. നമ്മളവിടെ KFP അതായത് ലോ മീഡിയം ഹൈ എന്നുള്ള രീതിയിലൊക്കെ നമ്മളെന്താ കോഡൊക്കെ ആക്കിയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ പെൽട്ടൺ വീൽ എന്ന് പറയുമ്പോൾ KFP, അപ്പോൾ പെൽട്ടൺ ഹൈ ആണ് വരുന്നുണ്ടാവുക അല്ലേ. ഹൈ ഹെഡ്, ലോ ഹെഡ്, മീഡിയം, ഹൈ ഹെഡ്. അതേപോലെ 82. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ നോൺ കൺവെൻഷണൽ ടൈപ്പ് ഓഫ് പവർ ജനറേഷൻ? നോൺ കൺവെൻഷണൽ ടൈപ്പ് ഏതാണ്? ടൈഡൽ പവർ പ്ലാന്റ്. 83. ക്വസ്റ്റ്യൻ നോക്ക്. വിച്ച് ഡിവൈസ് ഹീറ്റ്സ് ദി ഫീഡ് വാട്ടർ ഓൺ ഇറ്റ്സ് വേ ടു ദി ബോയിലർ ബൈ ഡിറൈവിംഗ് ദി ഹീറ്റ് ഫ്രം ദി ഫ്ലൂ ഗ്യാസ് ഇൻ സ്റ്റീം പവർ പ്ലാന്റ്? 83. ഏത് ആൻസർ വരും? എക്കണോമൈസർ അല്ല. ഓക്കെ, എക്കണോമൈസർ ആണ് എന്ത് ചെയ്യുന്നത്? എക്കണോമൈസർ ഹീറ്റ്സ് ദി ഫീഡ് വാട്ടർ യൂസിങ് ദി ഫ്ലൂ ഗ്യാസ് ഹീറ്റ്. 84. വിച്ച് ഡിവൈസ് സെൻസസ് ദി വിൻഡ് സ്പീഡ് ഇൻ ദി വിൻഡ് മിൽ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വിൻഡ് ഗവർണർ. 84 സി ആണ് വരുന്നുണ്ടാവുക അല്ലേ. അല്ല, ടർബൈൻ കൺട്രോളർ ആണോ? ഓക്കെ, അതൊന്ന് ചെക്ക് ചെയ്യണേ. 85 നോക്കാം. വാട്ട് ഈസ് ദി ഫങ്ഷൻ ഓഫ് കണ്ടൻസർ ഇൻ സ്റ്റീം പവർ പ്ലാന്റ്? ഇറ്റ് ക്രിയേറ്റ്സ് എ വെരി ലോ പ്രഷർ അറ്റ് എക്സോസ്റ്റ് ടർബൈൻ. ദ കണ്ടൻസ്ഡ് സ്റ്റീം ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഫീഡ് വാട്ടർ ടു ദി ബോയിലർ. ബോത്ത് A and B അല്ലേ. 85 സി ആണ് വരുന്നത്. ഓക്കെ. 86 ആൻസർ എന്താ വരാം? ഡാം ലേക്ക് സ്ട്രക്ചർ ബിൽട്ട് അക്രോസ് ദി എൻട്രൻസ്. ബാരേജ് അല്ലേ. ഓക്കെ. 87. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? കാഡ്മിയം യൂസ്ഡ് ആസ് എ കൺട്രോൾ ലോഡ് കറക്റ്റാണ്. മോഡറേറ്റർ സ്ലോസ് ഡൗൺ ദി ന്യൂട്രോൺസ് ബിഫോർ ദ കറക്റ്റാണല്ലേ. അപ്പോൾ ബോത്ത് 1 and 2 അല്ലേ. 87 ബോത്ത് 1 and 2 ആണ് കറക്റ്റ്. മൂന്നാമത്തെ ഫോൾസ് ആണ്, തെറ്റാണ്. 88. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് സർജ് ടാങ്ക്സ് ഇൻ ദി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്?
സോ അത് ടാങ്ക് നമ്മൾ പ്രഷറുമായി റിലേറ്റ് ചെയ്താണല്ലേ. ടു ലിമിറ്റ് അബ്ഡോമിനൽ പ്രഷർ ഇൻ ദി പെൻ സ്റ്റോക്ക്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് വരുന്നുണ്ടാവും. 89 വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? പി കറക്റ്റാണ്. തെറ്റ് അല്ല, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 89 ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 90 ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ 1 kg ന്യൂക്ലിയർ ഫ്യൂൽ ഈസ് ഈക്വൽ ടു ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ 1 kg ന്യൂക്ലിയർ ഫ്യൂൽ എന്ന് പറഞ്ഞാൽ 1000 tons ഓഫ് കോളാണ്. അപ്പം ഇവിടെ അടുത്തുള്ള ഒരു ആൻസർ പറഞ്ഞാൽ 2750 ടൺ ഓഫ് കോള്. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, അതായത് 1 kg ഓഫ് ന്യൂക്ലിയർ ഫ്യൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 tons ഓഫ് കോളാണ്. 91 ഫ്രം വിച്ച് എലമെൻറ്റ് ഇൻ ദി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ദ ടാപ്പിംഗ്സ് ആർ ടേക്കൺ ഫോർ ഗിവിംഗ് ദി ഇലക്ട്രിക് സപ്ലൈ ടു ദി കസ്റ്റമേഴ്സ്? എന്താ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടല്ലേ. അപ്പോൾ നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടർ എന്താണ്, ഫീഡർ എന്താണ്, ഇതിൻ്റെ സർവീസ് ലൈൻ എന്താണ് കാര്യം പഠിക്കുക. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടറിലും ഫീഡറിലും തമ്മിലുള്ള വ്യത്യാസം, ചിലതിൽ കറണ്ട് കോൺസ്റ്റൻ്റ് ആണ് അല്ലെങ്കിൽ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്, അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. 92 why the voltage of the electric supply is stepped up using the transformer for long distance AC transmission? ബെറ്റർ എന്താ? ഓപ്ഷൻ ഡി ആണ്. ഹയർ വോൾട്ടേജ് വിൽ മേക്ക് ദി കോസ്റ്റ് ഓഫ് ദി സപ്ലൈ ചീപ്പർ എന്നുള്ള രീതിയിൽ അല്ലേ. 93 വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് AC ആൻഡ് DC ട്രാൻസ്മിഷൻ? there are no skin effect in DC transmission. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 1 ഉം 3 അല്ലേ. ഓപ്ഷൻ 1 ഉം 3 ഉം. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ, there are no skin effect in DC transmission എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റായിട്ട് എഴുതണ്ടാവുക അല്ലേ. വിച്ച് ഇൻസുലേറ്റർ ഈസ് യൂസ്ഡ് ഫോർ മൗണ്ടിങ് ഡ്രോപ്പ് ഔട്ട് ഫ്യൂസസ്? പോസ്റ്റ് ഇൻസുലേറ്റർ അല്ലേ. ഓക്കെ, വാട്ട് ഇസ് ദ ഫുൾ ഫോം ഓഫ് ACSR? അലുമിനിയം കണ്ടക്ടർ സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ്. ഓപ്ഷൻ ബി. അപ് ടു വിച്ച് വോൾട്ടേജ് ദ പിൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് ആർ യൂസ്ഡ്? പിൻ ടൈപ്പിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 33 kV അല്ലേ. ഓപ്ഷൻ സി. 97 വാട്ട് ഇസ് ദ മിനിമം ക്ലിയറൻസ് ബിറ്റ്വീൻ ദി ലൈവ് വയേഴ്സ് ഓൺ ദി സെയിം സൈഡ് ഓഫ് സപ്പോർട്ട് ഇൻ ദി ഹൊറിസോണ്ടൽ കോൺഫിഗറേഷൻ ഓഫ് കണ്ടക്ടേഴ്സ്? 30 cm ആണല്ലേ. 30 ആണോ 45 ആണെന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. 30 cm ആണെന്ന് തോന്നുന്നു. എ ട്രാൻസ്മിഷൻ ലൈൻ ഈസ് കോൾഡ് ആസ് എ ലോങ് ട്രാൻസ്മിഷൻ ലൈൻ വെൻ ഇറ്റ്സ് ലെങ്ത് ഈസ്? ലോങ് ആകുമ്പം എത്രയാ വരിക? നമ്മളതിൻ്റെ ഫ്രീക്വൻസിയും കൂടി വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 50 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പറയാം. മോർ ദാൻ 150 കിലോമീറ്റർ എന്ന് രീതിയിൽ പറയാം അല്ലേ. ഓക്കെ, അതുകൊണ്ട് വാട്ട് ഷുഡ് ബി ദ ഡെപ്ത് ഓഫ് പിറ്റ് ഫോർ എ 9 meter ലോങ് ലൈൻ സപ്പോർട്ട്? അപ്രോക്സിമേറ്റ്ലി 1/6 എന്നാണ് പറയുന്നത്. 1/6 പറയുമ്പോൾ 9/6 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 1.5 meter. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അല്ലേ. 100 വാട്ട് ഈസ് ദി പെർമിറ്റഡ് വേരിയേഷൻ ഓഫ് ഡിക്ലെയർഡ് സപ്ലൈ വോൾട്ടേജ് ടു ദി കൺസ്യൂമേഴ്സ് ഇൻ ദ കേസ് ഓഫ് ഹൈ വോൾട്ടേജ്? എത്രയാ? 12.5% ആണോ അല്ല 15 ആണോ? അപ്പോൾ ഇതൊന്ന് നിങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. നമുക്ക് വേണമെങ്കിൽ കൂടുതൽ വീഡിയോസ് നമുക്കിവിടെ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.